ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാതെ നൈസായിട്ട് വിട്ടാൽ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കും. നമ്മൾ ഒരു 4 ചട്ടിയും 10 കലവും ഇങ്ങനെ കമ്മി, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഒരേ ഷെയ്ഡ്സ് ആയിരിക്കും. ആ ഷെയ്ഡ്സിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നെങ്കിൽ ആർട്ട് ഡയറക്ടർ അത് മാറ്റണം, ഷെയ്ഡ്സ് മാറ്റണം. എന്നാലേ ക്യാമറയിൽ കാണുമ്പോൾ അത് പല ഷെയ്ഡ്സ് ആയിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് ആവും, അല്ലെങ്കിൽ എല്ലാം വൈറ്റ് ആയി തോന്നും. എനിക്ക് ഈ തീം എഴുതുമ്പോൾ കുറേ റിസർച്ച് മെറ്റീരിയൽ ആവശ്യം, പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏതൊരു പ്ലാറ്റ്ഫോമും ഇല്ല. റിസർച്ച് വൺ റീസൺ ഇസ് ബിക്കോസ് മേ ബി നമ്മുടെ ഹിസ്റ്ററി അത്രമാത്രം ഡോക്യുമെന്റഡ് അല്ല, റെക്കോർഡഡ് അല്ല. സെയിം ടൈമിൽ ജീവിച്ച സാർ എപ്പോഴും പറയും, ഷേക്സ്പിയറിന്റെ ആണെങ്കിൽ പോലും അവരുടെ ഹിസ്റ്ററി റെക്കോർഡ്. നമ്മുടെ എഴുത്തച്ഛന്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതേ സമയത്തുണ്ടായിരുന്ന ഷേക്സ്പിയറെ പറ്റിയിട്ട് വളരെ അതേപോലെ നമ്മൾ എവിടെ നിന്നാണ് റെഫറൻസ് എടുക്കുന്നത്? ഇത് ഇറ്റ്സ് ഓൾ ഇമാജിനേഷൻ. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കാം ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടാവുക, അവരുടെ ഡ്രസ്സിങ് ഇങ്ങനെ ആയിരിക്കാം, അവരുടെ വീട് സാഹചര്യം ഇങ്ങനെ ആയിരിക്കാം. പിന്നെ ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ ചോദിച്ച മാതിരി തന്നെ there is this underlying thing about power corruption. ബട്ട് ആ ഒരു ടൈമിൽ only power corruption, poverty, hunger, sickness, disease, ഈ തീം തന്നെ ഉള്ളൂ. ഇപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ആര് സിനിമ എടുക്കുകയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ എന്തായാലും എലമെന്റ്സ് വരും. സോ there's nothing more to explore ആ ഒരു ടൈമിൽ. നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ ഇതിനകത്ത് വീടെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിൽ ശരിക്കും അതിൽ ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിൽ ഡീറ്റെയിലിംഗ് അധികം കൊടുക്കേണ്ടി വരില്ല എന്ന് ഒരു റീഡിങ് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആളുകൾക്ക് നമ്മൾ ഇന്നൊരു സ്ഥലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വീടിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്, അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് കൺവേ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടുകയാണോ ഈ പ്രൊഡക്ഷനിൽ വേണ്ടി വരിക, അതോ ഈ അതിന്റെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ ആർട്ട് വർക്ക് സാധനങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആണോ? ഭയങ്കര ടഫാണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ആയാലും ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്യാതെ നൈസായിട്ട് വിട്ടാൽ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കും. So you have to do it. If you are doing 100% എല്ലാത്തിലും ചെയ്യാം അല്ലേ? പിന്നെ ഞാൻ ചോദിച്ചത് വ്യത്യാസം ഉണ്ടാവുന്നു, നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുമോ അതോ ലൈക്ക്? ഡെഫിനറ്റ്ലി എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. കാരണം അതിലിപ്പോൾ ഓരോ പോട്ടറി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 4 ചട്ടിയും 10 കലവും ഇങ്ങനെ കമ്മി, പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാം ഒരേ ഷെയ്ഡ്സ് ആയിരിക്കും. ആ ഷെയ്ഡ്സിൽ ഡിഫറൻസ് കൊണ്ടുവരുന്നെങ്കിൽ ആർട്ട് ഡയറക്ടർ അത് മാറ്റണം, ഷെയ്ഡ്സ് മാറ്റണം. എന്നാലേ ക്യാമറയിൽ കാണുമ്പോൾ അത് പല ഷെയ്ഡ്സ് ആയിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് ആവും, അല്ലെങ്കിൽ എല്ലാം വൈറ്റ് ആയി തോന്നും. അത്ര ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ വൈസ് അത്രമാത്രം എഫേർട്ട് ഇട്ടാൽ ഫ്ലോർ അതിൽ ഓരോന്നിലും ഫ്ലോർ ടെക്സ്ചർ വേറെയാണ്. ഇപ്പോൾ ടുവേഴ്സ് ദി എൻഡ് അവിടെ വെള്ളമുണ്ട്, വെള്ളത്തിനകത്തുണ്ട്, ഫ്ലോർ വേറെ ടെക്സ്ചറാണ്, റൂഫിന് വേറെ ടെക്സ്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ നെല്ലറായി പോയി കഴിഞ്ഞാൽ അതിനൊരു ടെക്സ്ചറുണ്ട്. പിന്നെ പല സിറ്റുവേഷൻസിൽ ഈ ക്യാരക്ടേഴ്സ് പെടുന്നതിൽ അതിലൊരു ടെക്സ്ചേഴ്സ് ഉണ്ട്. സോ എല്ലാം അത് സ്റ്റഡി ചെയ്ത് ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർ കളർ വർക്കിന്റെ കാര്യത്തിൽ. ഓക്കെ.